നമസ്കാരം. ആൾദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ജീവൻ ബലി കൊടുക്കുന്നവർ. ദുരന്തം വിതയ്ക്കുന്ന ആരാധനയാണ്, കണ്ണുനീരിൽ തീർന്ന ആഘോഷങ്ങളാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL കന്നിക്കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ വിജയാഘോഷ ചടങ്ങ് നീണമണിഞ്ഞ ദുരന്തമായാണ് അവസാനിച്ചത്. ആൾക്കൂട്ട നിയന്ത്രണത്തിലെ പാളിച്ചകൾ തന്നെയാണ് ദുരന്തത്തിന് കാരണമെന്ന് പറയുമ്പോഴും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വാശിയാണ് ഈ വലിയ ദുരന്തത്തിൽ അവസാനിച്ചത് എന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബസ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ആരാധകർ ആവേശത്തിലായിരുന്നു. എന്നാൽ ആ ആവേശം ഒരു ദുരന്തമായി മാറാൻ അധിക സമയമെടുത്തില്ല എന്നുള്ളതാണ്. IPL വിജയ ആഘോഷത്തിനിടെ ഉണ്ടായ ദുരന്തത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുകയാണ്. 47 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവർ ചികിത്സയിലുമാണ്. തിക്കിലും തിരക്കിലും പെട്ട് മരണങ്ങൾ സംഭവിച്ചതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ വരുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് പ്രധാന ആക്ഷേപം. നഗരത്തിൽ വൻ ഗതാഗത കുരുക്കിനും തിരക്കിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് വിക്ടറി പരേഡിന് നേരത്തെ തന്നെ അനുമതി നിഷേധിച്ചിരുന്നു. ഇതോടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് മാത്രമായി ആഘോഷം ചുരുക്കുവാനും RCB തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ചില നിയന്ത്രണങ്ങളോടെ അനുമതി നൽകുകയായിരുന്നു. അതിനിടെ റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെന്റിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. പോലീസ് പരിപാടിക്ക് അനുമതി നൽകുന്നതിന് മുൻപേ തന്നെ വിക്ടറി പരേഡിനെ കുറിച്ച് RCB സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സർക്കാരിൻ്റെ അനാസ്ഥയാണ് ഇതെന്നാണ് BJPയുടെ ആരോപണമെന്ന് പറയപ്പെടുന്നത്. IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് RCBക്ക് കിരീടം സമ്മാനിച്ച തങ്ങളുടെ നായകന്മാരെ ഒരു നോക്ക് കാണണമെന്ന പ്രതീക്ഷയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉച്ച കഴിഞ്ഞത് മുതൽ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത്. ആരാധകർ കാറുകൾക്ക് മുകളിലും മരച്ചില്ലകളിലും കയറി നിന്നുകൊണ്ടാണ് ഈ നായകന്മാരെ കാത്തുനിന്നതും. അതേസമയം അപകടത്തിനിടയിലും ആഘോഷം നടന്നുവെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരികയാണ്. സംഭവത്തിൽ കർണാടക സർക്കാരിനെതിരെ BJP രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് BJP നേതാവായിട്ടുള്ള BS യെദ്യൂരപ്പ അടക്കം പറയുന്നതും. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് അപകടത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് പരിപാടിക്ക് അനുമതി നൽകിയത്? മുന്നറിയിപ്പുണ്ടായിട്ടും ശരിയായ മുൻകരുതലുകൾ എന്തുകൊണ്ട് എടുത്തില്ല? ഇതൊക്കെ ചോദിക്കുമ്പോഴും BJP നേതൃത്വം കുംഭമേളയെ ന്യായീകരിച്ചവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇപ്പോൾ ഈ ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നവർ അതുകൂടി മനസ്സിലാക്കുക. നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ചിലതുണ്ട് ഈ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ 1980 ഓഗസ്റ്റ് 16 കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ കാണികൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിനിടെ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് 16 പേർ മരിച്ചിരുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഇങ്ങനെ നിരവധിയുണ്ട്. ഇനി വിദേശത്താണെങ്കിൽ 1964 മെയ് 24 പെറുവിലെ ലിമ നാഡിനാ സ്റ്റേഡിയത്തിൽ അർജന്റീന പെറു ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിനിടെ അവിടെ ഉണ്ടായ കലാപം. ആ കലാപത്തിൽ ഏകദേശം 318 പേരാണ് മരിച്ചത്. അതായത് പെറുവിന് നിഷേധിച്ച ഗോൾ സംബന്ധിച്ച തർക്കമാണ് അന്ന് കലാപത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. ഇനി 1989 ഏപ്രിൽ 15 ഇംഗ്ലണ്ടിലെ ഷെഫീൽഡിലെ ഹിൽസ്ബറോ സ്റ്റേഡിയത്തിൽ ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് FA കപ്പ് സെമി ഫൈനൽ നടക്കുകയാണ്. അതിനിടയിലെ തിരക്കിൽപ്പെട്ട് 97 പേരാണ് മരിച്ചത്. 2001 മെയ് മാസം 9 ഖാനയിലെ അക്രയിൽ ദേശീയ ലീഗ് മത്സരത്തിനിടെ ആരാധക അക്രമം നിയന്ത്രിക്കുവാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. തുടർന്നുണ്ടായ തിരക്കിലും തിക്കിലുമൊക്കെ പെട്ടിട്ട് അന്ന് 130 പേർ മരണപ്പെട്ടു. 2022 ഒക്ടോബർ മാസം 1 ഇന്തോനേഷ്യയിൽ കിഴക്കൻ ജാവയിലെ മലങ് നഗരത്തിൽ ഈ പ്രാദേശിക ക്ലബ്ബുകൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിനിടെ സംഭവിച്ച കലാപം. ആ കലാപത്തിലും അതിൻ്റെ തിരക്കിലുമൊക്കെ പെട്ട് ഏകദേശം 125 പേർ അന്ന് കൊല്ലപ്പെട്ടു. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വന്നാൽ ഇന്ത്യയിലെ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് കൂടുതൽ ജീവൻ പൊലിഞ്ഞത് 1954 ഫെബ്രുവരി മാസം 3 പ്രയാഗ് ദുരന്തത്തിലാണ്. തീർത്ഥസ്ഥാനത്തിനുള്ള തിരക്കിൽ അന്ന് 500-ലേറെ പേരാണ് മരിച്ചത്. ഏറെ മൃതദേഹങ്ങൾ അന്ന് ഈ ഗംഗാ നദിയിലൂടെ ഒഴുകിപ്പോയതിനാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ പോലും ഇല്ല എന്നുള്ളതാണ്.
2005 ജനുവരിയിൽ മഹാരാഷ്ട്ര സത്താറ ജില്ലയിൽ മാണ്ടൻ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ അതിലെ തിരക്കിൽ 341 പേരും 2008 ഒക്ടോബറിൽ രാജസ്ഥാനിലെ മോഹൻഗഡിലെ ചാമുണ്ഡി ക്ഷേത്രത്തിലെ തിരക്കിൽ 224 പേരും മരിച്ചത് വലിയ ദുരന്തങ്ങളായി. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കിംവദന്തി മുതൽ ലാത്തി ചാർജ് വരെ കാരണങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. 1981 ഡിസംബറിൽ ഡൽഹിയിൽ കുത്തബ് മീനാറിൽ വൈദ്യുതി ബന്ധം വിച്ഛേദത്തിനെ തുടർന്ന് പരിഭ്രാന്തരായിട്ടുള്ള ജനം ഗോവണിയിലൂടെ പാഞ്ഞിറങ്ങുന്നതിനിടെ സ്കൂൾ കുട്ടികളടക്കം 45 പേർ മരിച്ചു. 1992 ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് തീർത്ഥക്കരയിലെ കെട്ടിടം തകർന്നതിനെ തുടർന്നുണ്ടായ അന്നത്തെ ഓട്ടപ്പാച്ചിനിടെ ഏകദേശം 60 പേരാണ് മരിച്ചത്. 1994 നവംബറിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഗോവരി ആദിവാസി സമാജിന്റെ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി ചാർജിനിടെയുണ്ടായ തിരക്കിൽ ഏകദേശം 114 പേർ മരിച്ചു. 1999 ജനുവരിയിൽ ശബരിമല മകരവിളക്ക് കഴിഞ്ഞ് പമ്പ ഹിൽ ടോപ്പിൽ നിന്നും ഇറങ്ങുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് അന്ന് 53 പേരാണ് മരിച്ചത്. 2004 ഏപ്രിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഈ BJP നേതാവിൻ്റെ സാരി വിതരണ പരിപാടി ഉണ്ടായത്. ആ സാരി വിതരണത്തിലുണ്ടായ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് അന്ന് 25 പേരാണ് മരിച്ചത്. 2005 ജൂലൈയിൽ മുംബൈ നഗരത്തിലെ പവൈ ജലസംഭരണി തകർന്നതായിട്ടും സുനാമി ഭീഷണി ഉള്ളതായിട്ടുമൊക്കെ കിംവദന്തി പരന്നതിനെ തുടർന്ന് ജനങ്ങൾ ഇറങ്ങി ഓടിയ തിരക്കിൽ ഏകദേശം 18 പേർ അന്ന് മരിച്ചു. ഇനി 2005 ഡിസംബറിൽ ചെന്നൈ KK നഗറിന് സമീപമുള്ള MGR നഗറിൽ പ്രളയ ദുരിതാശ്വാസ വിതരണ കേന്ദ്രത്തിന് മുന്നിലെ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് ഏകദേശം 43 പേരാണ് അന്ന് മരിച്ചത്. ഇതുപോലെ 2024 ജൂലൈയിൽ ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലെ പുലരായി ഗ്രാമത്തിലെ പ്രാർത്ഥനാ യോഗം നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിരക്കിൽ 123 പേർ മരണപ്പെടുന്നു. ഇനി 2025 ജനുവരിയിൽ UPയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിരക്കിൽപ്പെട്ട് 30 തീർത്ഥാടകരാണെന്ന് മരിച്ചത്. കൂടാതെ അതേ വർഷം ഫെബ്രുവരിയിലും മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാൻ എത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 18 പേർ കൂടി അന്ന് മരിക്കുകയുണ്ടായി. ഇങ്ങനെ നിരവധി പേർ ഉണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ പെട്ടുപോയത്. അപ്പോൾ ഞാൻ ഈ കണക്കുകൾ എന്തിന് നിരത്തി എന്ന് ചോദിച്ചാൽ, ആരാധനയൊക്കെ നല്ലതാണ്, എന്നാൽ അത് അതിരുവിടുമ്പോൾ അപകടങ്ങൾ വലിയ ദുരന്തമായി മാറുന്നുവെന്നുമാണ് ഈ അനിഷ്ട സംഭവങ്ങൾ നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ. ആരാധന എന്ന് പറയപ്പെടുന്നത് ദൈവങ്ങളോടാവാം, മനുഷ്യരോടാവാം, ആൾദൈവങ്ങളോടാവാം. മാത്രമല്ല ഈ സിനിമാ നടീനടന്മാർ ഉൾപ്പെടെ ക്രിക്കറ്റിലെയും ഫുട്ബോളിലെയും വീരപുരുഷന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളിക്കാരുൾപ്പെടെ അവരെയൊക്കെ മനസ്സിൽ ആരാധിച്ച് ദൈവങ്ങൾക്ക് തുല്യമാക്കി അവരെയെല്ലാം ഈ പറയുന്ന ആൾദൈവങ്ങളാക്കി മാറ്റുന്ന ആരാധകർ നമ്മുടെ നാട്ടിലുണ്ട്. അത് തെറ്റാണ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആരാധകർ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളെ നമ്മുടെ സ്വന്തം ജീവനേക്കാളേറെ ഇവരെ ആരാധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ആരാധന വേണം, പക്ഷെ അത് ജീവനേക്കാൾ വലുതല്ല എന്നത് ഓർക്കണം. ഈ RCBയുടെ IPL വിജയാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന ആളുകൾ ദുരന്തത്തിൽ മരിച്ചു എന്നത് അങ്ങേയറ്റം വേദനാജനകവും ഒപ്പം തന്നെ ഞെട്ടലുളവാക്കുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL കിരീടം RCB നേടിയത് ആഘോഷമാക്കണമെന്ന കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വാശിയാണ് സത്യത്തിൽ ബംഗളൂരിൽ ഇത്രയും വലിയ ദുരന്തത്തിൽ അവസാനിച്ചത് എന്നുള്ളതാണ്. കിരീടം നേടിയ ടീമിനെ വിധാൻ സൗദയിൽ നിന്നും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വിക്ടറി പരേഡായി എത്തിച്ച ശേഷം സ്വീകരണം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കർണാടക പോലീസ് ആദ്യം മുതൽ ഇതിനെ എതിർക്കുകയായിരുന്നു. വിക്ടറി പരേഡ് അടക്കം ഒഴിവാക്കണമെന്നും വലിയ ജനക്കൂട്ടം എത്തുമ്പോൾ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു പോലീസിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇത് അംഗീകരിക്കാതെ പരിപാടിയുമായി KCA മുന്നോട്ട് പോയി. ഇതോടെ ജനം ഒഴുകിയെത്താൻ തുടങ്ങി. സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ ജനക്കൂട്ടമായി മാറി. അപ്പോൾ ഇവരെല്ലാം അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇതൊരു വലിയ ദുരന്തമായി മാറുന്നത്. അപ്പോൾ ഈ ദുരന്ത വിവരം അറിഞ്ഞതോടെ ആളുകളൊക്കെ നഗരം വിടാനുള്ള ഒരു ശ്രമവും നടത്തി. ഇത് സ്റ്റേഡിയത്തിന് അടുത്തുള്ള ഈ മെട്രോ സ്റ്റേഷനിലും വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി എന്നുള്ളതാണ്. കുട്ടികളെ തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരരുത് എന്ന പോലീസിൻ്റെ മുന്നറിയിപ്പും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. 11 പേർ മരിച്ചു. ഇതാണ് നിലവിൽ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്നാൽ ഇനിയും മരണനിരക്ക് കൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടാതെ 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടായിട്ടും KCA ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിധാൻ സൗദയിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെ തിരക്കിട്ട്
ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തിച്ച് ആഘോഷം തുടർന്നു. അപ്പോൾ KCയുടെ ഈ നടപടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്രയും വലിയ ദുരന്തം നടന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയതാണ് ദാരുണമായിട്ടുള്ള ദുരന്തത്തിനിടയാക്കിയത് എന്ന് സർക്കാർ പറയുമ്പോഴും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പറ്റിയ അനാസ്ഥയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏകദേശം 40,000 ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാനാകുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി വന്നത് 2 മുതൽ 3 ലക്ഷത്തോളം പേരാണ് എന്ന് പറയപ്പെടുന്നു. സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ദുരന്തമുണ്ടായത് എന്നുള്ളതാണ്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ 14-കാരിയായ ദിവ്യാംശി എന്ന കുട്ടി കൂടിയുണ്ട്. സ്റ്റേഡിയത്തിന് പുറത്ത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ ഒഴുകിയെത്തിയതോടെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാളിപ്പോയത്. അതിനിടയിൽ മഴ പെയ്തതോടെ ആളുകൾ തുറന്ന പ്രദേശത്ത് നിന്ന് മാറാൻ തുടങ്ങുകയും ചെയ്തു. ആളുകൾ ഒരുമിച്ച് നീങ്ങിയത് വലിയ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്നത് എന്നതാണ്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് പ്രധാന ആക്ഷേപം. എന്നാൽ നമ്മുടെ ജനത്തിൻ്റെ അമിതമായിട്ടുള്ള ആരാധനയുണ്ടല്ലോ, അതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് മൂലകാരണം. തങ്ങളുടെ നായകന്മാരെ അല്ലെങ്കിൽ നായികമാരെ, അത് സിനിമയിലാകട്ടെ അല്ലെങ്കിൽ കായിക ലോകത്താകട്ടെ, അവരെ ഒരു നോക്കു കാണാമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ തിക്കിത്തിരക്കി പലപ്പോഴും ഇതുപോലുള്ള ഇടങ്ങളിൽ എത്തിച്ചേരുന്നത്. എന്നാൽ സ്വന്തം ജീവനേക്കാൾ വലുതല്ല ഒരു ആരാധനാപാത്രവുമെന്ന് തിരിച്ചറിയണം നമ്മൾ. ഇപ്പോഴത്തെ കാലത്ത് അത് കുറച്ച് അധികമാകുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആരാധനകൾ എന്ന് പറയപ്പെടുന്നത്. അത് സംഗീത രംഗത്താകട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ സിനിമ നടീനടന്മാരാകട്ടെ, ക്രിക്കറ്റിലെയും ഫുട്ബോളിലെയും ആൾദൈവങ്ങളാകട്ടെ, അവരെയൊക്കെ ഇങ്ങനെ ജീവൻ മറന്ന് സ്നേഹിച്ച് ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാളേറെ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു വലിയ വിഭാഗം സ്ത്രീകളും കുട്ടികളും അടക്കം, അവർ അടക്കം ഇങ്ങനെ ആരാധന മൂത്ത് ഭ്രാന്തമായി ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആരെയും ഒന്നിനെയും ആരാധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആരാധിക്കണം, എല്ലാത്തിനും, പക്ഷേ ഒരു പരിധി വെക്കണം. സ്വന്തം കുട്ടികളെയും കുടുംബത്തെയും ജീവനെയും മറന്നുള്ള ആരാധന എന്ന് പറയുന്നത് ഭ്രാന്താണ്. അല്ലാതെ എന്താണ് പറയേണ്ടത് ഇതിനെ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.